നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നടക്കുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. മതേതര പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് BJPയെ തോൽപ്പിക്കാനോ വശ്യമായ സഖ്യം രൂപീകരിക്കണം എന്നാണ് CPIM നിലപാട്. ഇതിനായി ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേക യൂണിറ്റുകളാക്കിയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളും ഇതേ തീരുമാനത്തെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. കൂടാതെ കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവരുമായി ചേർന്ന് മത്സരിക്കുന്നതിനും വിയോജിപ്പില്ല എന്ന് ചർച്ചയിൽ അഭിപ്രായങ്ങളുണ്ടായി. മാത്രമല്ല, സർക്കാർ ഗവർണർ തർക്കവും കേന്ദ്ര കമ്മിറ്റി യോഗം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തേക്കും. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടണോ എന്ന കാര്യത്തിലും CPIM കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. നാളെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിപ്പിച്ച ശേഷം ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുക. അതേസമയം തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ വിട്ടു നൽകാനാവില്ല എന്നും പാർട്ടി നിലപാടെടുത്തു. മറ്റാർക്കുമല്ല, ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ CPIM തയ്യാറെടുക്കുകയാണ്. രാജസ്ഥാൻ, ബീഹാർ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ സീറ്റ് ആവശ്യപ്പെടും.